ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ അയില പൊരിച്ചതാണ്. നമ്മൾ നിത്യവും തയ്യാറാക്കുന്ന രീതിയിലല്ല ഇന്ന് ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലൊരു അയില പൊരിച്ചത് ഉണ്ടാക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുന്ന ഒരു പ്ലേറ്റ് ചോറും അപ്പം തന്നെ നിങ്ങൾ മുഴുവനും അകത്താക്കും. വളരെ രുചികരമാണ് ഇതുപോലൊരു അയല പൊരിച്ചത് കഴിക്കാനായിട്ടും. നമ്മുടെ വീട്ടിൽ നമ്മൾ മിക്കപ്പോഴും മീൻ പൊരിച്ച് കഴിക്കാറുണ്ട്. എങ്കിൽ തന്നെയും ഇതുപോലൊരു മീൻ പൊരിച്ചത് നിങ്ങൾ ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണേ. ഒരു രക്ഷയുമില്ലാത്ത അയല പൊരിച്ചതാണ്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ കൂടി തരാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായ നല്ല കിടുക്കാച്ച അയല പൊരിച്ചത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഇനി നമുക്ക് അയല പൊരിച്ചെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1/2 കിലോ അളവിലാണ് അയല എടുത്തിട്ടുള്ളത്. നമുക്ക് കിട്ടിയ ഈ ഒരു അയല നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം. ഞാനിപ്പോൾ പല വീഡിയോയിലും മീൻ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരുന്നുണ്ട്. അത് നമ്മുടെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അയലമീൻ കട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന്റെ സൈഡ് ഭാഗവും അതുപോലെ തലയും ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. നമ്മുടെ മീൻ ഇവിടെ വളരെ എളുപ്പത്തിൽ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലേക്ക് നല്ല ആഴത്തിൽ തന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. മസാലകൾ മീനിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പിടിച്ചു കിട്ടുന്നതിനായിട്ട് നല്ല ആഴത്തിലാണ് നമുക്കിതിനെ ഒന്ന് വരയിട്ട് കൊടുക്കേണ്ടത്. ഇട്ട് കൊടുക്കുമ്പോൾ അറ്റം മുറിയാതെ വേണോട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഭാഗം വരയിട്ട് കഴിഞ്ഞാൽ അടുത്ത ഭാഗവും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കണം. ആദ്യം മീൻ ഇവിടെ വരയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അടുത്തത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ 3 മീനും ഞാനിവിടെ വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കൂടെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ കൂടി എടുക്കാം. ആദ്യം തന്നെ 1 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ തന്നെ എരിവെള്ള മുളക് പൊടി. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അളവില് ചതച്ച കുരുമുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ ചതച്ച പെരുംജീരകപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവില് മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഒന്ന് പൊടിയായി കട്ട് ചെയ്തത് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മീന് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 1/4 ടീസ്പൂൺ അളവില് ഉലുവപ്പൊടിയും 1 സ്പൂൺ അളവില് കോൺഫ്ലോറും ഈ ഒരു മസാലകൾ കുഴച്ചെടുക്കുന്നതിനായിട്ട് 2 സ്പൂൺ അളവിലാണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വിനാഗിരിക്ക് പകരമായിട്ട് നാരങ്ങ നീര് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. കുഴച്ചെടുക്കുമ്പോൾ വെള്ളം പോരായ്മ തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ടും. മസാലകൾ നല്ലതുപോലെ കുഴച്ചു കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്കാണ് തേച്ചു കൊടുക്കേണ്ടത്. മീനിലേക്ക് മസാല പുരട്ടി കൊടുക്കുമ്പോൾ കൈവിരൽ കൊണ്ട് ഇതിന്റെ ഉൾഭാഗത്തേക്ക് നല്ലവണ്ണം തന്നെ തേച്ച് പിടിപ്പിക്കണം. മീൻ ഇതുപോലെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ മീനെ ഇതുപോലെ ചരിച്ചു പിടിച്ചതിന് ശേഷമായിരിക്കണം തേച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ മസാലകളെല്ലാം നല്ലവണ്ണം തന്നെ ഉള്ളിലേക്ക് പിടിച്ചു കിട്ടും. ആദ്യം മീൻ മസാല പുരട്ടി കഴിഞ്ഞാൽ അടുത്തതും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. മീനിന്റെ ഉൾഭാഗത്തേക്ക് നല്ലതുപോലെ പിടിച്ചു കിട്ടുന്ന വിധത്തിലായിരിക്കണം മസാല പുരട്ടി എടുക്കേണ്ടത്. ഇപ്പോൾ 3 മീനിലേക്ക് മസാല നല്ലതുപോലെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി വന്ന ഈ ഒരു മസാല ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ മസാല ആവശ്യമായിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നല്ലതുപോലെ മസാല പുരട്ടിയ മീനെ നമുക്ക് അരമണിക്കൂറോ 1 മണിക്കൂർ നേരത്തേക്കോ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അരമണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ മീനെ പുറത്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ മീനും ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. ഒരു ഭാഗം ഇപ്പോൾ നല്ലതുപോലെ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മറുഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ മീനിലേക്ക് കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു തരി പോലും പൊടിയാതെ തന്നെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഭാഗവും മുരിഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും മീനെ എടുത്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത മീൻ 2 വശവും പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. നമ്മൾ തേച്ച് കൊടുത്ത മസാല എല്ലാം മീനിലേക്ക് നല്ലതുപോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മീനെ മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുരിവുകളൊക്കെ ഒന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. അതിനുശേഷം ഇതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊരു കൂട്ടുകൂടെ റെഡിയാക്കണം. 1 8 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും 1 ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 15 അല്ലി കൊച്ചുള്ളിയും 1 3-4 പച്ചമുളക് കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കൊച്ചുള്ളിയും നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ചെറിയ തക്കാളി കട്ട് ചെയ്തത് കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളി കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലതുപോലെ വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. അതിനുശേഷം ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചുരുട്ടി മാറ്റി വെച്ചിട്ടുള്ള മസാല കൂടിയാണ് ചേർക്കേണ്ടത്. മസാല ഇനി നല്ലവണ്ണം തന്നെ മുരിഞ്ഞു പാകമായി കിട്ടണം. അതുവരെയും നമുക്ക് ചെറിയ തീയിൽ വെച്ച്
കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മസാല നല്ലതുപോലെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി മുരിഞ്ഞു വന്ന മസാലയെ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കണം. അതിനുശേഷം നമ്മൾ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മീനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. മസാലയിലേക്ക് വെച്ചു കൊടുത്ത മീനെ 1 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് മറിച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി മറിച്ചിട്ട് കൊടുത്ത മീനിന്റെ മുകളിലായിട്ടും കുറച്ചുകൂടെ മസാല ഒന്ന് പൊത്തി വെച്ചതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറിയിട്ട് നമുക്ക് മീനെ മറ്റൊരു പ്ലേറ്റിലേക്ക് കൂടെ മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര രുചികരമായിട്ടാണ് നമ്മൾ നല്ലൊരു അയല പൊരിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. ഒരു പ്ലേറ്റ് ചോറെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മീൻ പൊരിച്ചത് മാത്രം മതിയാകും ചോറ് മുഴുവനും കഴിക്കാനായിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.